ശ്രീ പി പ്രസാദ്. സർ, അങ്ങ് നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മുടെ ചില രോഗങ്ങളെല്ലാം കൂടുന്നു, അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ 2016 മുതൽ 23 വരെയുള്ള 8 വർഷങ്ങൾക്കകത്ത് റിപ്പോർട്ട് കണ്ടത് 8 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തു എന്നാണ്. 24 36 2025 201 2026 ജൂൺ 12 വരെ 133 കേസുകൾ എന്ന് പറയുമ്പോൾ മഴക്കാലം എത്തുമ്പോൾ തന്നെ ഒരു ആധി കൂടി ഉണ്ടാകുന്ന തരത്തിലേക്ക് വരികയും മഴക്കാലം രോഗങ്ങളുടെ ഒരു കാലമായി കൂടി മാറുകയും ചെയ്യുകയാണ്. ഈ കാര്യത്തിനകത്ത് ഫലപ്രദമായ ഇടപെടൽ തീർക്കാൻ ഒരു പ്രോട്ടോക്കോൾ തയ്യാറാക്കുമോ? അതോടൊപ്പം തന്നെ ഇതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ഗ്രാമസഭകളൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കേരളത്തിൽ ഒരു ആരോഗ്യ ഗ്രാമസഭകൾ എല്ലായിടങ്ങളിലും ജനപ്രതിനിധികളടക്കം ആരോഗ്യ മേഖലയിലെ ആളുകളടക്കം ഓരോ പഞ്ചായത്ത് വാർഡിലും ചെന്ന് ഇടപെടാൻ പാകത്തിലേക്ക് വരുന്ന ആളുകളിൽ അത്തരമിതുണ്ടാകുമോ? കേരള വാട്ടർ കൺസർവേഷൻ ആക്റ്റും പബ്ലിക് ഹെൽത്ത് ആക്റ്റിനകത്തും ജലമലിനീകരണത്തിനകത്ത് ശക്തമായ വകുപ്പുകൾ ഉണ്ടാകുന്നിരിക്കെ ജലത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ അടക്കം കൊണ്ട് നിക്ഷേപിച്ചാൽ പോലും ചെറിയ ഫൈൻ മാത്രം ഈടാക്കി വിടുന്നതിനപ്പുറത്തേക്ക് നോൺ ബെയിലബിൾ ഒഫൻസായി ചെയ്യാൻ കഴിയുന്ന ഈ 2 വകുപ്പുകൾ നിയമങ്ങളുണ്ട്. അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനുൾപ്പെടെയുള്ള ഇടപെടൽ അങ്ങ് തീർക്കും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രതിരോധിക്കാൻ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി അവരെ ഇതൊന്ന് പരിശോധിക്കാൻ റിസർച്ച് നടത്താൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഷിഗല്ലയുടെ മുഖ്യമായിട്ടുള്ള കാരണം ഈ വെള്ളത്തിൽ കൂടെ വരുന്നൊരു ബാക്ടീരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്തത് സുൽത്താൻ ബത്തേരിയിലെ നെന്മേനി LP സ്കൂളിലാണ്. അവിടെ ഞാൻ തന്നെ അവിടെ സ്ഥലത്ത് പോയി. ബഹുമാനപ്പെട്ട MLA IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കിണറിൽ മുഴുവൻ ബാക്ടീരിയ കലർന്നിരിക്കുന്നു. അതാണ് അവിടെ 21 കുട്ടികൾക്കാണ് ഇത് ബാധിച്ചത്. ഭാഗ്യവശാൽ ഒരു കുട്ടിക്കും മരണം സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള പല കേസുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് 3 ദിവസങ്ങളിലായിട്ട് ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച വിദ്യാലയങ്ങൾ ഡ്രൈ ഡേ, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിൽ, ഞായറാഴ്ച സ്വന്തം വീടുകൾ. അതായത് വീട്ടിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതുപോലെ തന്നെ ഈ ചെടിക്ക് നനയ്ക്കുമ്പോൾ ചില വെള്ളം ചിലപ്പോൾ അടിയിൽ കെട്ടിക്കിടക്കും, അത് നീക്കം ചെയ്യുക. അങ്ങനെയുള്ള അതുപോലെ കൊതുകിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. പക്ഷേ സാറിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലത്ത് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അത് നേതൃത്വം കൊടുക്കേണ്ടതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നിയോജക മണ്ഡലങ്ങൾ MLA മാരും കോർപ്പറേഷൻ വാർഡുകളിലും പഞ്ചായത്തുകളിലൊക്കെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികളുണ്ടാക്കി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്.